जय राधा माधवा जयो कुंज बिहारी। जय राधा माधवा जयो कुंज बिहारी। गोपीजन वल्लभ जयो गिरिवरधारी जयो गिरिवरधारी। गोपीजन वल्लभ जयो गिरिवरधारी जयो गिरिवरधारी। यशोदानंदन व्रज जनरंजन यशोदानंदन व्रज जनरंजन यशोदानंदन व्रज जनरंजन यशोदानंदन व्रज जनरंजन। यमुना तीरा वनचारी राधा माधवा जयो कुंज बिहारी। हरे कृष्ण 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 हरे 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 राम 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 हरे हरे हरे।
ഗൗർനിതായ് കി. സൗണ്ട് പോരാ. ശ്രീ ഗൗർനിതായ് കി. ശരിയായില്ല. ശ്രീ ഗൗർനിതായ് കി. ശ്രീല പ്രഭുപാദ് കി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ. ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി. വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി. അഥവാ സ്ഥലമില്ലെങ്കിൽ ഇവിടെ നടുക്ക് ഈ സ്റ്റെപ്സിൽ ഇങ്ങനെ ഇരിക്കാം. ചെയർസ് ഉണ്ട്, ആ സൈഡിൽ ചെയർ ഇട്ടിരിക്കാം, അല്ലെങ്കിൽ സ്റ്റെപ്പിൽ നടുക്കിരിക്കാം. ശ്രീ ഗൗർനിതായ് കി. എല്ലാ ഭക്തജനങ്ങൾക്കും ഞങ്ങളുടെ വിനീതമായ പ്രണാമം. ഇന്ന് പല ഭാഗത്തിരുന്ന് പല സത്സംഗത്തിലിരുന്ന് ഇന്ന് ഭക്തരെല്ലാം ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. മാത്രമല്ല, പല സത്സംഗത്തിലിരുന്ന് ശ്രീ ഗൗർനിതായ് ഭഗവാനും ഇന്ന് പാനിഹാട്ടി ഉത്സവത്തിനായിട്ട് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു. തിരുവനന്തപുരം കൃഷ്ണ ബലരാമ ക്ഷേത്രം, കരമന ജഗന്നാഥ് ക്ഷേത്രം, തൈക്കാട് ഗൗർനിതായ് സെന്റർ, പാറശാല ജഗന്നാഥ് ക്ഷേത്രം, ബാലരാമപുരം, തൃപ്പാദപുരം സത്സംഗം, ടെക്നോ പാർക്ക്, ഗീതാ യോഗ സെന്റർ, പിന്നെ ആറ്റിങ്കൽ, പിന്നെ കായംകുളത്തിരുന്ന ഭക്തര്,
പന്തളം സത്സംഗിലുള്ള ഭക്തജനങ്ങള്, പേരൂർക്കട സത്സംഗം, ചെങ്ങന്നൂർ തിരുവല്ല സത്സംഗം, പിന്നെ നെടുമങ്ങാടിലുള്ള ഭക്തജനങ്ങള്, കൊല്ലം സത്സംഗത്തിലുള്ള ഭക്തര്. ഇനിയിപ്പോൾ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് രാത്രി മെസ്സേജ് വരും. ഞാൻ മനഃപൂർവ്വം വിട്ടുവന്നത് കടക്കാവൂർ സത്സംഗം. ഇനി വിട്ടെങ്കിൽ ക്ഷമിക്കുക, അല്ലെങ്കിൽ ഇന്ന് മെസ്സേജ് വരും, ഞങ്ങളുടെ മാത്രം മനഃപൂർവ്വം പറഞ്ഞില്ല. എല്ലാ ഭക്തന്മാർക്കും നമ്മുടെ വിനീതമായ പ്രണാമം. അതേപോലെ ഇവിടെ ചൈതന്യ മഹാപ്രഭു ഗൗർണിതായി ഭഗവാന്റെ വിഗ്രഹം എല്ലാ സത്സംഗത്തിലിരുന്നും ഇന്ന് നമ്മളെ അനുഗ്രഹിക്കാനായി ഭഗവാൻ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. എല്ലാവരും ഞാൻ ചൊല്ലുന്ന മന്ത്രം ഒരു തവണ ഏറ്റു ചൊല്ലി ഭഗവാന്മാരെ പ്രണമിക്കാം. നമോ മഹാവദന്യായ. അയ്യോ മറന്നുപോയി. കൃഷ്ണ പ്രേമവ്രതായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഘോരത്വിഷേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്തവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. കാട്ടാക്കട ഭക്തന്മാർക്കും എൻ്റെ വിനീതമായ പ്രണാമം. പെട്ടെന്നാണ് ഓർത്തത്, കാട്ടാക്കട വിട്ടുപോയി. പാരിപ്പള്ളി, കൊട്ടാരക്കര, കിളിമാനൂർ, ഭൂതക്കുളം, ഒറ്റപ്പാലം, പട്ടാഴി. ശരിയാണ്, സോറി വിട്ടുപോയി. എല്ലാരെയും പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ വർഷത്തില് 2-3 തവണയാണ് ഒത്തുകൂടാൻ ഉള്ള ഭാഗ്യം ലഭിക്കുന്നത്. സാധാരണ നമ്മൾ ബ്രഹ്മോത്സവത്തിന് ഒത്തുകൂടാറുണ്ട്. പക്ഷെ ബ്രഹ്മോത്സവത്തിന് ഇങ്ങനെ പരസ്പരം സംസാരിക്കാനും ഇടപഴകാനുമുള്ള ഒരു സാഹചര്യമല്ല. പിന്നെ രഥയാത്രകളിൽ കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പാനിഹാട്ടി ഉത്സവം നമ്മുടെ എല്ലാ ഭക്തന്മാരുടെയും ഒരു ഒത്തുകൂടൽ, ഒരു സമ്മേളനമായിട്ടും കൂടെയാണ് ഇത് കണക്കാക്കിയിരിക്കുന്നത്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് പശ്ചിമ ബംഗാളില് പാനിഹാട്ടി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നടന്ന ഒരു ഉത്സവത്തിനെ സ്മരിച്ചാണ് ഇന്നത്തെ ഈ ഒരു ഉത്സവം ഇവിടെ നടക്കുന്നത്. ചൈതന്യ മഹാപ്രഭുവിന് 6 പ്രധാനപ്പെട്ട അനുയായികൾ ഉണ്ടായിരുന്നു.
നിങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ പേരറിയാൻ സാധിക്കും. 6 പ്രധാനപ്പെട്ട അനുയായികൾ. മഹാപ്രഭുവായിട്ട്, ചൈതന്യ മഹാപ്രഭുവായിട്ട് ബന്ധമുള്ളതാണ് ഇന്നത്തെ ഈ മഹോത്സവം. ചിലപ്പം നമ്മുടെ മനസ്സിൽ കൃഷ്ണഭക്തിയിൽ തുടങ്ങുന്ന സമയത്ത് ഒരു സംശയം തോന്നിയേക്കാം. കാരണം കേരളത്തില് എല്ലാവർക്കും കൃഷ്ണ ഭഗവാനെ കുറിച്ചറിയാം, ഭഗവാന്റെ ധാമത്തിനെ കുറിച്ച്, വൃന്ദാവനത്തിനെ കുറിച്ചറിയാം, ഭഗവത് ലീലകൾ അറിയാം. നമ്മളിൽ എത്ര പേരാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷമാണ് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് കേട്ടിട്ടുള്ളത്? എത്ര പേരാണ്? എല്ലാരും അല്ലേ? ചിലപ്പം അപൂർവം 1-2 പേര് ഇതിനു മുമ്പേ കേട്ടിട്ടുള്ളവരായിരിക്കും. പീതാംബർ പ്രഭു ഇരിക്കും. ഏറ്റവും നമ്മുടെ പ്രസ്ഥാനത്തിൽ വളരെ വളരെ മുതിർന്ന ഒരു ഭക്തനാണ് പീതാംബർ ചൈതന്യ പ്രഭു കി. അപ്പോ ഈ പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷമാണ് നമ്മളിൽ പലരും ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് കേട്ടിട്ടുള്ളത്. ഭഗവാന് തിരമാലകൾ പോലെ എണ്ണാൻ സാധിക്കാതത്രയും അവതാരങ്ങൾ ഉണ്ടെങ്കിലും ശ്രീ ചൈതന്യ മഹാപ്രഭു യാതൊരു നിയമവും അല്ലെങ്കിൽ പാപപുണ്യം നോക്കാതെ കലികാലത്തിൽ നാമജപം ചെയ്തവർക്കെല്ലാവർക്കും കൃഷ്ണപ്രേമവും ഭക്തിയും തരാൻ മഹാപ്രഭു തയ്യാറായി. മറ്റ് ഏത് അവതാരങ്ങൾ നിങ്ങൾ മനസ്സിൽ ഓർത്താലും 2 വശത്തും അവർക്ക് ആയുധമുണ്ടായിരുന്നു. ഒന്ന് അനുഗ്രഹിക്കാനും, ഒന്ന് തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാനും വേണ്ടിയിട്ട്. ശ്രീപതി പ്രഭു എവിടെയെങ്കിലും സ്ഥലത്തിരിക്കുമോ? രസ്രാജ് പ്രഭു സേവനത്തിൽ നന്ദി. എവിടെ നിർത്തി? അതെ. ഇപ്പൊ ഭഗവാൻ നാരായണനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കയ്യില് 4 ആയുധം എല്ലാവർക്കും അറിയാം. ശംഖചക്ര ഗദാപത്മം. ഇതിൽ 2 ഭക്തന്മാരെ അനുഗ്രഹിക്കാനും 2 തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കാനും വേണ്ടിയാണ്. എല്ലാ അവതാരങ്ങളും ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ നരസിംഹമൂർത്തി നോക്കിക്കഴിഞ്ഞാൽ പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു, ആരെ ശിക്ഷിച്ചു? ഹിരണ്യകശിപുവിനെ ശിക്ഷിച്ചു. വരാഹമൂർത്തി ഭൂമിദേവിയെ രക്ഷിച്ചു, ആരെ ശിക്ഷിച്ചു? ഹിരണ്യാക്ഷനെ ശിക്ഷിച്ചു. ശ്രീരാമചന്ദ്രമൂർത്തി രാവണനെ വധിച്ചു, സീതാദേവിയെ അശോകവനത്തിലിരുന്ന് രക്ഷിച്ചു. ഇങ്ങനെ എല്ലാ അവതാരങ്ങൾക്കും ഈ പ്രസിദ്ധമായ ശ്ലോകം നമുക്കറിയാലോ. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം. അപ്പോ ഭക്തജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളതും അതേ സമയത്ത് തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുക, ഇത് 2 അവതാരങ്ങളുടെ ഉദ്ദേശമാണ്. പക്ഷേ കൃഷ്ണ ഭഗവാന് വലിയ ഒരു സംശയമുണ്ടായി. കലികാലത്തിൽ ശിക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആരും ഉണ്ടാവില്ല. നേരത്തെ ഭക്തരെന്നും ഭക്തിയില്ലാത്ത അസുരന്മാർ, രാക്ഷസരെന്നും 2 വിഭാഗമുണ്ടായി. അതുകൊണ്ട് എളുപ്പമായിരുന്നു ഒരു കൂട്ടരെ ശിക്ഷിക്കുക, മറ്റൊരു കൂട്ടരെ രക്ഷിക്കുക എന്നുള്ളത്. പക്ഷെ കലികാലത്തില് നന്മയും തിന്മയും ശരിയും തെറ്റും എല്ലാം ഒരാളിൽ തന്നെ. ചിലപ്പം നമ്മൾ തന്നെ വളരെ വളരെ നല്ല ആൾക്കാരാ. ചില സമയത്ത് നമ്മുടെ തന്നെ സ്വഭാവം ഉണ്ടല്ലോ, നമുക്കേ ഇഷ്ടപ്പെടത്തില്ല.
അങ്ങനെയാ നമ്മുടെ കൂട്ടത്തില് എത്ര പേർക്കാണ് അവരവരുടെ സ്വഭാവം സ്വയം ഇഷ്ടമില്ലാത്തത്? എല്ലാവർക്കും ഇഷ്ടമല്ല അവര്, അതന്നെ. നമുക്ക് തന്നെ ചിലപ്പോ നമ്മൾ ഇഷ്ടമല്ല, അല്ലെ? അത്രയ്ക്ക് മോശ സ്വഭാവം. അപ്പൊ ഭഗവാൻ ആയുധവും എടുത്ത് ശിക്ഷിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ, പ്രേമലോചന സീറ്റ് കിട്ടിയാണ്, ആയുധമെടുത്ത് ഭഗവാൻ ശിക്ഷിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാല് പിന്നെ ബാക്കി ആരും ഉണ്ടാവില്ല. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഒരു കുട്ടി ഹിരണ്യകശിപു ഒളിച്ചിരിപ്പുണ്ട്, ഒരു ഹിരണ്യാക്ഷനുണ്ട്, കംസനുണ്ട്. ഉണ്ടോ ഇല്ലേ? എല്ലാരും ഉള്ളിലും ഉണ്ട്. പിന്നെ ഇന്ന് രാവിലെ എല്ലാരും തിലകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒളിപ്പിച്ചിട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഉള്ളിലും ഇവരൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളുടെ ക്ലാസ്, ഭഗവത്ഗീതയുടെ കുട്ടികളുടെ ക്ലാസ്സിൽ ധർമ്മപുത്രർക്കും ദുര്യോധനനും തമ്മിൽ ഒരു വ്യത്യാസം പഠിപ്പിക്കാറുണ്ട്. പക്ഷെ അത് വലിയവർക്കും ബാധകമാണ്. ഇവരുടെ പേരൊക്കെ നോക്കിക്കോളൂ, യുദ്ധമായി ബന്ധപ്പെട്ടതാണ്. ധൃതരാഷ്ട്ര, രാഷ്ട്രം, രാജ്യം. ദുര്യോധനൻ, യുദ്ധം. യുധിഷ്ഠിര, യുദ്ധം. ഇവരെ പേരുകളിൽ തന്നെ ഒരു മത്സരം, ഒരു യുദ്ധം എന്നൊരു വാക്ക് ഒളിച്ചിരിപ്പുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജീവിതം തന്നെ നന്മയുടെയും തിന്മയുടെയും മധ്യേയുള്ള ഒരു മത്സരമാണ്. ദിവസം നമ്മുടെ ഉള്ളിൽ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ഓരോ കാര്യത്തിലും എങ്ങനെ പ്രതികരിക്കണം? സൗമ്യമായി പ്രതികരിക്കണോ? അല്ല, ദേഷ്യത്തോട് പ്രതികരിക്കണം. കുന്തി മഹാറാണിയുടെ ഒരു ശ്ലോകമുണ്ട് ഭാഗവതത്തില്. കുന്തി മഹാറാണി കൃഷ്ണ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക, കൃഷ്ണ എനിക്ക് വിപത്തുകൾ മാത്രം താ. വിപതഃ സന്തുത ശാശ്വത്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, ദൈവമേ എനിക്ക് അല്പം ദുഃഖം താ എന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കൂ? നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മൾ എങ്ങനെയെങ്കിലും ഈ വേദന മാറ്റിത്തരിക, ദുഃഖം മാറ്റിത്തരിക എന്നൊരു പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. പക്ഷെ കുന്തി മഹാറാണി എനിക്ക് ദുഃഖം താ. കുന്തി സ്തുതിയുടെ അവസാനം കുന്തി മഹാറാണി പറയുന്നു, എനിക്ക് യദുവംശത്തിലും വൃഷ്ണിവംശത്തോടും ഉള്ള ആ ഒരു ബന്ധം, അറ്റാച്ച്മെന്റ്, മക്കളോടും ചെറുമക്കളോടും ഉള്ള ബന്ധനം ഭഗവാൻ ഇല്ലാതാക്കി തരണം, എനിക്ക് ദുഃഖം തരണം. അങ്ങനെയൊക്കെയാ കുന്തി മഹാറാണിയുടെ പ്രാർത്ഥന. ഈ ഒരു മത്സരം, നന്മ തിന്മകളുടെ മത്സരം സദാസമയം നമ്മുടെ ഉള്ളിൽ ഓടിക്കൊണ്ടേയിരിക്കുക. മിക്കവാറും തിന്മയായിരിക്കും ജയിക്കുക. പിന്നെ അടുത്ത ദിവസം നമ്മൾ വിചാരിക്കും, ഇന്നലെ അത്രയും പറയണ്ടായിരുന്നു, പറഞ്ഞു പോയല്ലോ. എനിക്ക് ഒരുപാട് പേരുണ്ട് മെസ്സേജ് അയക്കും, 5 മിനിറ്റ് കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്യും. ബിന്ദുമതി മാതാജി അയച്ചു, ദേഷ്യത്തിൽ അങ്ങ് അയച്ചു. പിന്നെ ഇരുന്ന് വായിച്ചപ്പോഴാണ് വേണ്ടായിരുന്നു എന്ന്. ഈ ഒരു ലീല ചെയ്തവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? ആരുമില്ല. അത് ശരി, എല്ലാം നേരെ വൈകുണ്ഠത്തിൽ നിന്ന് ഇവിടെ വന്നിരിക്കുക. ആ സമയം നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ത്വര, വാച്ചോ വേഗം, ഒരു വേഗം. അത് ശരിയോ തെറ്റോ പിന്നെ ചിന്തിക്കാം, അങ്ങ് പറയും. പിന്നെ പറഞ്ഞത് കൂടിപ്പോയോ തെറ്റായോ എന്ന് പിന്നെ നമ്മൾ ചിന്തിക്കും. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു നന്മ തിന്മകളുടെ ഒരു സംഘർഷം നടന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ധൃതരാഷ്ട്രം, ധർമ്മപുത്രൻ എന്ത് ചെയ്യും? എല്ലാം വളരെ സൗമ്യതയോട് കൈകാര്യം ചെയ്യും. അദ്ദേഹത്തിന്റെ വാക്കുകൾ മഹാഭാരതത്തിൽ പറയുന്നു, സംസാരിക്കുമ്പോഴും തെരഞ്ഞെടുത്ത വാക്കുകൾ കൊണ്ട് സംസാരിക്കും. മറ്റുള്ളവരുടെ ഹൃദയത്തിൽ കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖം പ്രദാനം ചെയ്യും വാക്കുകൾ. നമ്മൾ ചിലപ്പം പ്രീച്ചിങ് പോലും, പ്രചരണം പോലും നാവിൽ ഒരു വലിയ വെട്ടുകത്തിയും വെച്ചിട്ടാ പ്രചരിപ്പിക്കും, കേൾക്കുന്നവരെ വെട്ട. പക്ഷെ ഭഗവാനെ സംബന്ധിച്ച് എല്ലാം മധുരമാണ്.
ഇല്ലേ? ആ പാട്ട് മധുരാഷ്ടകം അറിയാൽ അല്ലേ? അധരം മധുരം, നയനം മധുരം, ഹസിതം മധുരം, ഗമനം മധുരം, ഹൃദയം മധുരാധിപതേ അഖിലം മധുരം. ആ മധുരമായ ഭഗവാനെ അവതരിപ്പിക്കുമ്പോ പോലും നമ്മൾ ഒരു വെട്ടുകത്തിയും കൊണ്ടങ്ങ് പോകും. അപ്പോ ദുര്യോധനൻ എങ്ങനെയെന്ന് വെച്ചാൽ ഏത് കാര്യവും യുദ്ധത്തിൽ കൂടെ നേടാൻ പരിശീലനം നേടിയ വ്യക്തി. യുദ്ധത്തിൽ കൂടെ അത് നേടൂ. ധർമ്മപുത്രർ സൗമ്യമായിട്ട് നേടൂ. ഉദാഹരണം, രാവിലെ 8 മണിക്ക് മേശപ്പുറത്തിരുന്നു. എന്തോ കാരണവശാൽ അടുക്കളയിൽ ഭാര്യ ദോശ ഉണ്ടാക്കുന്ന ഒന്ന് താമസിച്ചു. ഇപ്പൊ ദുര്യോധനനാണെങ്കിൽ 8 ദോശ ഇങ്ങോട്ട് വരോ ഞാൻ അങ്ങോട്ട് വരണോ? അത് ദുര്യോധനൻ. ധർമ്മപുത്രരാണെങ്കിൽ എന്താ താമസിച്ച്, എന്റെ സഹായം വല്ലം വേണം. ഇത് രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. പക്ഷെ ഒന്ന് കേൾക്കുമ്പോ ഹൃദയത്തിൽ വലിയ സുഖം, മറ്റൊന്ന് കേൾക്കുമ്പോ നമ്മുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു രാക്ഷസൻ അങ്ങ് ഉണരും. നമ്മളാരാ? ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ. നമ്മുടെ സംഭാഷണത്തിലും ഇടപഴകലിലൊക്കെ നമ്മൾ യുധിഷ്ഠിരനാണോ ദുര്യോധനാണോ? നമ്മളാരാ? യുധിഷ്ഠിരനാണോ? എത്ര ധർമ്മപുത്രർ ഇവിടെ ഉണ്ട്? ആരുമില്ല. ഈ ലാസ്റ്റ് റോള് തൂക്കിയവരും താഴെ ഇറക്കി. ശരി, എത്ര ദുര്യോധനന്മാരുണ്ട്? എല്ലാവരും. ഇല്ലെങ്കിലേ ഉള്ളൂ അതിശയം. അപ്പോ ഈ ഒരു ചോയ്സ് നമുക്ക് ലൈഫിൽ ഓരോ സ്റ്റെപ്പിലും ഉണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്, ഞാൻ ധർമ്മപുത്രരായി കഴിഞ്ഞാൽ ജീവിതത്തിൽ പരാജയപ്പെടേണ്ടി വരുമോ? ഒരിക്കലുമില്ല. സ്ഥലമില്ലേ? ചെയറുണ്ടെങ്കിൽ ഇരിക്കുക, അല്ലെങ്കിൽ ഈ സെന്ററിൽ സ്റ്റെപ്സിലും ഇരിക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു ചോയ്സ് നമുക്ക് ലൈഫിൽ ഓരോ സ്റ്റെപ്പിലും ഉണ്ട്. എങ്ങനെയാണ് ഞാൻ പ്രതികരിക്കാൻ പോകുന്നത്? എന്റെ മുമ്പേ വരുന്ന സാഹചര്യം ഒന്ന് തന്നെയാണ്, എല്ലാവർക്കും ഏകദേശം ഒരുപോലത്തെ പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷെ എങ്ങനെ പ്രതികരിക്കുന്നു? എന്റെ പ്രതികരിക്കുന്ന രീതിയിൽ വെച്ചാണ് പ്രശ്നങ്ങൾ കൂടുതൽ സൗമ്യമാകുന്നതും വഷളാകുന്നതും. എപ്പോഴും ധർമ്മത്തിനെ ആചരിച്ച് സൗമ്യമായി നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുമെങ്കിൽ, അപ്പോ അല്പം നഷ്ടമുള്ളതുപോലെ തോന്നുമെങ്കിലും ശാശ്വതമായ വിജയമാണ് ഉണ്ടാകാൻ പോകുന്നത്. മഹാഭാരതത്തിൽ ഭീഷ്മർ ഒരു ശ്ലോകത്തിൽ പറയുന്നു, ഞാൻ എന്റെ 2 കൈകളും ഉയർത്തി നിലവിളിക്കാണ്, ധർമ്മം മാത്രമേ നമ്മളെ രക്ഷിക്കുകയുള്ളൂ. ധർമ്മത്തിനെ ആചരിക്കുക, ആ ധർമ്മം നമ്മളെ രക്ഷിക്കും. പക്ഷെ ഞാൻ പറയുമ്പോൾ കേൾക്കാൻ ആരും തയ്യാറല്ല എന്ന് ഭീഷ്മർ പറയുന്നു. അത് ഏറ്റവും വലിയ ഒരു സാധനയാണ് കലികാലത്തിൽ ധർമ്മം ആചരിക്കുക. എല്ലാവർക്കും അറിയാം കലിയുഗ ധർമ്മം എന്താണ്. കലികാലത്തിലെ ധർമ്മം നാമസങ്കീർത്തനം. എന്ത് സംഭവിച്ചാലും അത് ചെയ്യുന്ന ആള് ശരി. നല്ലോണം ശ്രദ്ധിക്കുക. ഭഗവാൻ 2 കൂട്ടരെ നിർത്തി ആര് ശരി ആര് തെറ്റെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരാള് നല്ല സ്വഭാവം, നാട്ടുകാരെല്ലാം സഹായിക്കും, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യും, ദാനധർമ്മങ്ങൾ ചെയ്യും, അമ്പലത്തിൽ പോകും, എല്ലാം ചെയ്യും, ജപിക്കത്തില്ല. ഇനി ഒരാള് ഹരേ കൃഷ്ണക്കാരൻ, കള്ളം പറയും, അപ്പുറത്തുള്ള ആളെ ഇടിക്കും, മുള്ളും പിച്ചും മാന്തും, പക്ഷെ ജപിക്കും. ഭഗവാൻ ആരെയാ തെരഞ്ഞെടുക്കുക? ആരെ തെരഞ്ഞെടുക്കും? കറക്റ്റ് എന്നും പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. ഭക്തര് അവരുടെ ക്യാരക്ടറിൽ ഉയരണം. ഭഗവാൻ പറയുന്നു, ഭക്തജനങ്ങളെല്ലാം എന്റെ ആഭരണഭൂഷണങ്ങളാണ്. അത്ര എന്താ പറയാ, ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്ക് ഉയരാൻ സാധിക്കണം. എന്നിരുന്നാലും
നാമജപം ചെയ്യുന്നവർക്കാണ് ഭഗവാൻ മുൻതൂക്കം തരുന്നത്. കാരണം കലിയുഗ ധർമ്മം അതാണ്, അല്ലേ? അതിന് മഹാഭാരതത്തിൽ ആയിരം എന്താ പറയാ ഉദാഹരണങ്ങളുണ്ട്. അപ്പോ ഇന്ന് നമ്മുടെ ഉത്സവമായി നോക്കിയാൽ ചൈതന്യ മഹാപ്രഭുവിന് 6 പ്രധാനപ്പെട്ട അനുയായികൾ എല്ലാവർക്കും അറിയാം. രൂപ ഗോസ്വാമി, അടുത്തത് സനാതന ഗോസ്വാമി, രഘുനാഥ ദാസ ഗോസ്വാമി, രഘുനാഥ ഭട്ട ഗോസ്വാമി, ഗോപാൽ ഭട്ട ഗോസ്വാമി, ഇങ്ങനെ 6 പ്രധാന അനുയായികളാ ചൈതന്യ മഹാപ്രഭു. അതിൽ ഒരു വ്യക്തിയുടെ, ഒരു ഭക്തന്റെ ലീലയാണ് ഇന്ന് നമ്മൾ ഈ ഉത്സവമായി ആഘോഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് രഘുനാഥ ദാസ ഗോസ്വാമി. രഘുനാഥ് ദാസ് ഗോസ്വാമിക്ക് ഇദ്ദേഹം വലിയ ഒരു ജമീന്ദാറുടെ മകനായിരുന്നു. അച്ഛന് ഏകദേശം ഒരു ദിവസം 3 ലക്ഷം സ്വർണ്ണ നാണയം പിരിക്കുന്ന ഒരു വ്യക്തിയാണ് അവരുടെ അച്ഛൻ. നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പൊ സ്വർണ്ണ നാണയത്തിന് എന്താ വില? ഒരു കോയിന് എന്താ വില? 1 ലക്ഷം അല്ലേ? 1 ലക്ഷമൊക്കെ ആയി, അതും കൂടി എന്നാ തോന്നുന്നത്. ഒരു ദിവസം രഘുനാഥ ദാസ ഗോസ്വാമിയുടെ പിതാവ് രാജാവിന് വേണ്ടി കളക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പണം കയ്യിൽ വരുന്നത് 3 ലക്ഷം സ്വർണ്ണ നാണയമാണ്. അപ്പൊ എത്ര ധനാഢ്യനായിരിക്കും? അങ്ങനെയുള്ള ആരെങ്കിലും നാമം ജപിക്കൂ? ഭഗവാൻ തന്നെ പറയുന്നു, അർത്ഥോ ജിജ്ഞാസുർ അർത്ഥാർത്ഥി ജ്ഞാനി. ഈ 4 എണ്ണയും ജപിക്കുള്ളൂ. ആര്? പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആൾ, അസുഖം ബാധിച്ച ഒരാൾ, സത്യം അന്വേഷിക്കണം, എല്ലാ സത്യവും അറിയണം എന്നുള്ള ഒരാൾ, ജ്ഞാനം നേടണം എന്നുള്ള ഒരാൾ. ഇവരൊക്കെ ഭക്തിയിലും വരത്തുള്ളൂ. എല്ലാം ആവശ്യത്തിനധികം ഉണ്ടായി കഴിഞ്ഞാൽ ആ വ്യക്തികൾ ഭക്തിയിൽ വരത്തില്ല, വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യും? ഇടയ്ക്ക് ഒരു പല്ല് വേദന, തലവേദനയൊക്കെ തരും. അപ്പൊ നമ്മൾ കൃഷ്ണ എന്ന് വിളിക്കും, അല്ലേ? ഒരുത്തം വെറുതെ ഓടുന്നു, ഇനി ഒരുത്തം പട്ടി പുറകെ ഓട്ടിക്കുന്നു. ആരായിരിക്കും ശരിക്കുള്ള ഓട്ടം? ബാക്കിൽ പട്ടിയുള്ളപ്പോൾ ഉള്ള ഓട്ടമാണ് യഥാർത്ഥ ഓട്ടം. അതേപോലെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രയാസം, ജീവിതത്തിൽ ഒരു പ്രശ്നം, ഒരു വഴക്ക്, ഒരു അസുഖം വരുമ്പോ അന്നത്തെ ജപം ഭയങ്കരമായിരിക്കും. ഈ കുട്ടികൾ പരീക്ഷാകാലത്ത് ഈ ബാക്കിയുള്ളതൊക്കെ നോർമൽ ഡേയ്സിലൊന്നും കാണൂല, പരീക്ഷ വന്ന അമ്പലത്തിൽ കാണും. അപ്പൊ ഒരു പട്ടി ബാക്കിൽ ഓട്ടിക്കുമ്പോ നമ്മുടെ ഓട്ടം നല്ലൊരു ഓട്ടമായിരിക്കും. പക്ഷെ രഘുനാഥ ദാസ് ഗോസ്വാമി അങ്ങനെയല്ല. തന്റെ ജീവിതത്തിൽ യാതൊരു കുറവുമില്ല, ഒന്നിനും ഒരു കുറവില്ല. അത്ര ധനവും സമ്പാദ്യവും, ഉയർന്ന ഒരു ജമീന്ദാർ കുടുംബവും, ബ്രാഹ്മണ കുടുംബവും, ജ്ഞാനവും സൗന്ദര്യവും യശസ്സും കീർത്തി എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയാണ് രഘുനാഥ് ദാസ് ഗോസ്വാമി. തന്റെ 15ാമത്തെ വയസ്സിൽ മഹാപ്രഭുവിനെ നേരിട്ട് കാണാൻ ഒരു അവസരമുണ്ടായി. ആർക്ക്? തന്റെ 15ാം വയസ്സിൽ കണ്ടു. മഹാപ്രഭു ആ സൗന്ദര്യം കണ്ടിട്ട്, ഇവിടെ എല്ലാം ചൈതന്യ മഹാപ്രഭുയുടെ വിഗ്രഹമാണ്. നിത്യാനന്ദ പ്രഭുവും ചൈതന്യ മഹാപ്രഭു. മഹാപ്രഭുയുടെ സൗന്ദര്യം കണ്ടിട്ട് അപ്പൊ തന്നെ അദ്ദേഹം തീരുമാനിച്ചു, എന്റെ ജീവിതം ശ്രീ ചൈതന്യ മഹാപ്രഭുവിന് അടിയറ വെക്കണം. ശ്രീ ചൈതന്യ മഹാപ്രഭു കീ. ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം, കൃഷ്ണ ഭഗവാൻ തന്നെയാണ് ആരായി അവതരിച്ചത്? ഇത് കേരളീയർക്ക് ഈ ഒരു വിവരം, ജ്ഞാനം കുറവാണ്. നമുക്ക് മത്സ്യകൂർമ്മം പല അവതാരങ്ങൾ അറിയാമെങ്കിലും മഹാപ്രഭുവിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞില്ല. ആയുധം എടുക്കാതെ നാമപ്രചരണത്തിന് വേണ്ടി മാത്രം അവതരിച്ചതാണ് ആര്?
ശ്രീ ചൈതന്യ മഹാപ്രഭു കീ. സൗണ്ട് പറഞ്ഞു. ശ്രീ ചൈതന്യ മഹാപ്രഭു കീ. കാട്ടാക്കട പോകുന്നത് ലേറ്റ് ആയത്. അപ്പോ മഹാപ്രഭു നാമം പ്രചരിപ്പിക്കാൻ ഈ ഹരേ കൃഷ്ണ മന്ത്രം നമുക്ക് ഹരേ കൃഷ്ണ എന്ന് തുടങ്ങി അല്ലെങ്കിൽ പോലും ഹരേ രാമ എന്ന് പണ്ടേ നമ്മൾ എല്ലാരും കേട്ടിട്ടുണ്ട്. ഉണ്ടോ ഇല്ലേ? അല്ലെ? ഹരേ രാമ നമുക്കൊന്നും പുതിയതല്ല. പക്ഷേ ഭാരതമൊട്ടാകെ ഈ മന്ത്രത്തിന് വലിയ ഒരു പ്രചരണം കൊടുത്ത് എല്ലാരെയും കൊണ്ട് ജപിപ്പിച്ചത് ശ്രീ ചൈതന്യ മഹാപ്രഭുയുടെ കാലത്തിന് ശേഷമാണ്. അതാർക്കും അറിയില്ല. അതേപോലെ കൃഷ്ണ ഭഗവാന്റെ സ്ഥലം വൃന്ദാവനം, അതും നമുക്ക് എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ? രാധാകൃഷ്ണ വൃന്ദാവനം, ഇതൊക്കെ കേരളീയർക്ക് പുതിയതല്ല. പക്ഷേ നഷ്ടപ്പെട്ടു പോയ വൃന്ദാവനത്തിനെ പുനരുദ്ധാരണം ചെയ്തത് മഹാപ്രഭുവാണ് ഈ 6 ശിഷ്യന്മാരിലൂടെ. അന്നവർ പുനരുദ്ധാരണം ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമുക്കിന്ന് ഏത് കിട്ടില്ല? വൃന്ദാവനവും കിട്ടില്ല. ഇതിന്റെ എല്ലാം പുറകെ ആരാണ്? ശ്രീ ചൈതന്യ മഹാപ്രഭു. അപ്പോ 15-ാം വയസ്സിൽ മഹാപ്രഭുവിനെ അദ്ദേഹം കണ്ടു. ഭഗവാനെ കണ്ട സ്വർണ്ണ നിറം, താമരകൾ പോലെ വലിയ കണ്ണുകൾ, ഹൃദയത്തിനകത്ത് അഴുക്കില്ലാത്തത് കൊണ്ട് ഒരു കുഞ്ഞ് എല്ലാവരെയും ആകർഷിക്കുന്നത് പോലെ മഹാപ്രഭുവും എല്ലാവരെയും ആകർഷിക്കും. നമുക്കെല്ലാവർക്കും കുഞ്ഞുങ്ങളെ ഇഷ്ടമാണ് അല്ലെ? എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? അത് ഫ്രണ്ടിലും ബാക്കിലൊക്കെ പോകുമ്പോൾ കുത്തും പിച്ചും എല്ലാം ചെയ്യും. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ എല്ലാവരെയും വശീകരിക്കുന്നത്? അവരെ ഹൃദയത്തിൽ അഴുക്കില്ല. അവർക്ക് വലിയ വലിയ എന്താ പറയാ മാസ്റ്റർ പ്ലാനും കാമക്രോധ അവർക്കൊന്നുമില്ല. ഒരു മിനിറ്റ് കരയും, അടുത്ത മിനിറ്റ് ചിരിക്കും, അടുത്ത മിനിറ്റ് കളിക്കും. അതേ ഒരു 10-12 വയസ്സ് കഴിയുമ്പോൾ ഉള്ള കാമവും ക്രോധവും അസൂയെല്ലാം കൂടെ വന്ന് ആ ബൾബ് പോലെ ഉള്ള മുഖം പെട്ടി പോലെ അങ്ങ് മാറും. പിന്നെ ആകർഷണവും ഇല്ല, ഒന്നും ഇല്ല. കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരായതുകൊണ്ട് അവർക്ക് വലിയ ആകർഷണം. മഹാപ്രഭുവിനെ കണ്ടപ്പോൾ രഘുനാഥ് ദാസ് ഗോസ്വാമിയും അത്രയ്ക്കും അങ്ങോട്ട് അട്രാക്റ്റഡ് ആയി. 15-ാം വയസ്സിൽ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ. ഇനിയുള്ള ജീവിതം മഹാപ്രഭുവിന് വേണ്ടിയാണ് എന്ന് അടിയറ വെച്ചു. അതൊരു വലിയ തീരുമാനമാണ്. നമ്മുടെ സത്സംഗത്തിൽ തന്നെ അറിയാം, ചിലപ്പോ വർഷങ്ങൾ എടുക്കും. ജപിക്കൂ, നോക്കട്ടെ. ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞാൽ ജപിക്കാം. നമുക്ക് ആ തീരുമാനം വരുന്നില്ല. പക്ഷെ ഇദ്ദേഹം ഒരു തവണയെ കണ്ടിട്ടുള്ളൂ. അതേപോലെ പ്രഭുപാദ് സ്വാമികൾ തന്റെ ഗുരുനാഥനെ ആദ്യ ഒരു ദിവസം കാണാൻ പോയി. പ്രഭുപാദ് സ്വാമികൾ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ കോളേജിൽ 1 വർഷം ജൂനിയറായി പഠിച്ച ആളാണ്. അതേ കോളേജിൽ അദ്ദേഹം പഠിക്കുന്ന കാലത്ത് 1 വർഷം ജൂനിയർ ആയിരുന്ന അന്ന് ഇവരുടെ തലയ്ക്കകത്തൊക്കെ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യം അതാണ് ഏറ്റവും വലുത്. തന്റെ ഗുരുനാഥനെ കണ്ടപ്പോൾ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ഗുരുനാഥനെ കണ്ടപ്പോൾ പ്രഭുപാദ് തർക്കിക്കുകയാണ് ചെയ്തത്. ഈ രാമനും കൃഷ്ണനൊക്കെ പിന്നെ മതി, നമുക്കാദ്യം ആവശ്യം സ്വാതന്ത്ര്യമാണ്. പക്ഷെ ആ ഒരു കൂടിക്കാഴ്ചയിൽ തന്നെ, ആ ഒറ്റ ഒരു സംഭാഷണത്തിൽ തന്നെ പ്രഭുപാദ് തീരുമാനിച്ചു, ഇദ്ദേഹം ഒരു സത്യസന്ധനായ ഒരു സന്യാസിയാണ്. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ ജീവിതത്തിൽ എടുക്കണം. അതേപോലെ നമ്മുടെ ഗുരുനാഥൻ ജയപതാക സ്വാമികൾ എത്ര പേര് കണ്ടിട്ടുണ്ട്? ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. പരമപൂജ്യ ജയപതാക സ്വാമികൾ വലിയ ഒരു ധനാഢ്യനാണ്. അദ്ദേഹത്തിന്റെ മുത്തശ്ശന് പെയിന്റ് കച്ചവടം 100-ൽ പരം ശാഖകൾ ഉണ്ടായിരുന്നു. അത്രയും വലിയ, ആലോചിച്ച് നോക്കൂ.
നമുക്കൊരു കച്ചവട സ്ഥാപനം ഉണ്ട്, അതിൽ 100 ബ്രാഞ്ചൊക്കെ ഉണ്ടെങ്കിൽ ലുലുവിനെ പോലെ ആയിപ്പോകും. അങ്ങനെ വലിയ ഒരു ധനാഢ്യ കുടുംബത്തിലാണ് ജയപതാക സ്വാമികൾ ജന്മം കൊള്ളുന്നത്. ഒരു ദിവസം അദ്ദേഹം ഹരേ കൃഷ്ണക്കാരെ കാണാൻ പോയി. ചെന്നപ്പോ ഒരു ഭക്തൻ രഥത്തിന് എന്തൊക്കെയോ അറ്റകുറ്റപ്പണികൾ, രഥയാത്ര വരാൻ പോകുന്നു, അടുത്ത മാസം വരാൻ പോകുന്നു, ആ രഥത്തിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്തുകൊണ്ടിരിക്കുക. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് ആണി അടിക്കാൻ അറിയാമോ? അദ്ദേഹം പറഞ്ഞു, ഇതൊരു വലിയ കാര്യമാണോ ആണി അടിക്കാൻ പറയും. അപ്പൊ ഇദ്ദേഹം ചില ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അദ്ദേഹം രഥത്തിൽ പെയിന്റ് ചെയ്ത് എന്തോ റിപ്പയർ ചെയ്തിട്ട് ഉത്തരം പറയുന്നു. ഒരു 2-3 മണിക്കൂറത്തെ സംഭാഷണം. അത് കഴിഞ്ഞ ഉടനെ ഇത്രയും ഒരു ധനാഢ്യ കുടുംബത്തിൽ ജനിച്ച ജയപതാക സ്വാമികൾ ഗുരു മഹാരാജ് തന്റെ ജീവിതം അടിയറ വെച്ചു. ഇവരെ ഈ ഉയർന്ന വ്യക്തികളെല്ലാം കണ്ടാല് ഒരു തവണ ഒരു പരമഭാഗവതനെ ഭക്തനെ കണ്ടു, അങ്ങ് ജീവിതം മാറ്റിവെച്ചു. നമ്മളില് ചിലർ 20 കൊല്ലമായിട്ട് ഒരനക്കവും ഇല്ല, ജപവും മുന്നോട്ട് പോകുന്നില്ല, വൈരാഗ്യം. എന്തുകൊണ്ട് വൈരാഗ്യമില്ല? അവരുടെ സാധനാബലം പോരാ. അപ്പൊ രഘുനാഥ ദാസ് ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിനെ ഒരു തവണ കണ്ടു. അന്ന് മുതൽ മനസ്സിൽ എങ്ങനെയെങ്കിലും ഈ വീടും പണവും ധനവും എല്ലാം ഉപേക്ഷിച്ചിട്ട് മഹാപ്രഭുവിന്റെ കൂടെ പോയി ചേരണം. ഇത് കേട്ടിട്ട് ആരും പേടിക്കണ്ട, അയ്യോ നമ്മൾക്കും ഇതുപോലെയൊക്കെ ആയിപ്പോകും, ഭൗതിക ആഗ്രഹങ്ങളൊക്കെ കുറയൂ. നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഭഗവാൻ നേരിട്ട് വന്നാൽ നമുക്ക് കുറയാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോ വീട്ടുകാരെ നോക്കിയപ്പോ രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ ആധ്യാത്മിക താല്പര്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. സദാസമയം നാമജപം, ഭാഗവതം വായന. വീട്ടുകാരങ്ങ് പേടിച്ചു. ഇവൻ എല്ലാം സന്യാസം എടുത്തു പോകുമോ, വീട് ഉപേക്ഷിച്ചിട്ട് പോകുമോ എന്നൊക്കെ പേടിച്ച് ആ ചെറുപ്രായത്തിൽ തന്നെ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ, വിദ്യാഭ്യാസം, ധനം എല്ലാമുള്ള ഒരു സുന്ദരിയായ സ്ത്രീയെ രഘുനാഥ് ദാസ് ഗോസ്വാമിക്ക് വിവാഹം ചെയ്തു. പക്ഷെ വിവാഹത്തിന് ശേഷം എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ജപവും വായനയും അങ്ങോട്ട് കൂടി. എനിക്ക് ചില ഭക്തരെ അറിയാം, വിവാഹത്തിന് ശേഷം പകുതിയോളം കാണാനേ ഇല്ല ചിലര്. അപ്പൊ രഘുനാഥ് ദാസ് ഗോസ്വാമിയുടെ ജപവും എല്ലാം അങ്ങ് വർദ്ധിച്ചു. 1-2 തവണ അദ്ദേഹം വീട് വിട്ടു ഓടിപ്പോവുകയും ചെയ്തു. പക്ഷേ തന്റെ പിതാവ് വലിയ ധനാഢ്യനായതുകൊണ്ട് രഘുനാഥ് ദാസ് ഗോസ്വാമിയെ തിരിച്ചു പിടിച്ച് വലിച്ചുകൊണ്ടുവന്നു. മനസ്സു മുഴുവനും ഭഗവാന്റെ സ്മരണയാണ്. കൃഷ്ണ ഭഗവാൻ ഗീതയിൽ അതാ പറയുന്നത്, മാം അനുസ്മര യുദ്ധേച്ഛ. അർജുന, നീ യുദ്ധം ചെയ്തോ, പക്ഷെ ആരെ സ്മരിക്കണം? എന്നെ സ്മരിച്ചുകൊണ്ടേ നീ യുദ്ധം ചെയ്യും. നമുക്കും പല കർമ്മങ്ങളാണ്, പല ജോലികളാണ്, പക്ഷേ ഭഗവാനെ സ്മരിക്കുന്നത് വിടാൻ പാടില്ല. അങ്ങനെ സദാസമയം രഘുനാഥ് ദാസ് ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് തന്നെ വിചാരിക്കുക. അപ്പോഴാണ് അദ്ദേഹം ഒരു വാർത്ത അറിയുന്നത്. അടുത്ത് കാലിഹാട്ടി എന്ന് പറയുന്ന ഒരു ഗ്രാമം, ബംഗാളിലെ ഒരു ഗ്രാമമാണ്, ഇന്നും ഉണ്ട് ആ ഗ്രാമം. പാനിഹാട്ടി ഗ്രാമത്തിൽ നിത്യാനന്ദ പ്രഭു തന്റെ അനുയായികളോട് അവിടെ ഒത്തുകൂടിയിട്ടുണ്ട് എന്നൊരു വാർത്ത കിട്ടി. എല്ലാവർക്കും അറിയാലോ ചൈതന്യ മഹാപ്രഭു ആരാണ്? നല്ല കഥയായി. കൃഷ്ണ ഭഗവാൻ തന്നെ. നിത്യാനന്ദ പ്രഭു ബലരാം. കൃഷ്ണ ബലരാമന്മാരാണ് ചൈതന്യ മഹാപ്രഭുവായിട്ടും നിത്യാനന്ദ പ്രഭുവായിട്ട് കലികാലത്തിൽ ആയുധമില്ലാതെ വന്നിരിക്കുകയാണ്. നമ്മുടെ പള്ളിച്ചൽ ക്ഷേത്രത്തിൽ കാണാം, ബലരാമസ്വാമിയൊക്കെ നല്ല ചിരിച്ചോണ്ടിരിക്കും, പക്ഷെ കയ്യിൽ കലപ്പയും ഒലക്കയൊക്കെയാണ്, ജപിച്ചില്ലെങ്കിൽ ഒരേ അട്ടി തലയിൽ. പക്ഷെ കലികാലത്തിൽ അത് പറ്റില്ല, അടിക്കാൻ തുടങ്ങിയ പിന്നെ എല്ലാരെയും അടിക്കേണ്ടി വരും.
അതുകൊണ്ട് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവായിട്ടും നിത്യാനന്ദ പ്രഭുവായിട്ടും അവതരിച്ചു. അവരുടെ ആയുധം കാരുണ്യം. കാരുണ്യമാണ് അവരുടെ ആയുധം. അപ്പോ രഘുനാഥദാസ് ഗോസ്വാമിക്ക് ഒരു വാർത്ത അടുത്ത് പാനിഹാട്ടി ഗ്രാമത്തിൽ നിത്യാനന്ദ പ്രഭു തന്റെ അനുയായികളോട് വന്നിട്ടുണ്ട്. കാണണം ഉയർന്ന സാധുക്കളെ, നിഷ്കളങ്കമായ വ്യക്തി ഭക്തൻ, അവരെ കാണുന്നത് തന്നെ ഒരു മഹാഭാഗ്യം. അവർ തീർത്ഥസ്ഥാനം എന്നാ പറയുന്നത്. നമ്മൾ എങ്ങനെയാണോ കാശി രാമേശ്വരം ഗംഗയിൽ പോയി കുളിക്കുന്നത്, അതിനേക്കാളും ഒരു പടി ഉയർന്നതാ. പരിശുദ്ധമായ ഒരു ഭക്തന്റെ വാക്കും തിരുമുഖത്തിൽ നിന്ന് ആരെ കുറിച്ച് കേൾക്കുന്നത്? ഭഗവാനെ. അതൊരു ഗംഗാസ്നാനമാണ്. അപ്പോ നിത്യാനന്ദ പ്രഭു വന്ന കാര്യം അറിഞ്ഞിട്ട് ഈ രഘുനാഥദാസ് ഗോസ്വാമി ഓടിയ ഗ്രാമത്തിൽ ഓടിച്ചെന്ന് നോക്കുമ്പോ അവിടെ ഒരു പൂന്തോട്ട, ഒരു ഉദ്യാനത്തിൽ നിത്യാനന്ദ പ്രഭു ഇരിക്കുന്നു. ചുറ്റിയും ഭക്തജനങ്ങൾ ഇരിക്കുന്നു. അവിടെ എന്തോ ഒരു സത്സംഗം നടക്കുക. ഈ രഘുനാഥദാസ് ഗോസ്വാമിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത്രയും വിനയം. വളരെ ദൂരെ ഇരുന്ന് തന്നെ നമസ്കരിച്ചു. ഇതിനകത്തൊരു എളിമത്വമുണ്ട്. ചിലരെന്ത് ചെയ്യും വെച്ചാൽ ഇടിച്ചു പിടിച്ചങ്ങ് ഫ്രണ്ടിലൊക്കെ പോകും. അമ്പലത്തിൽ തന്നെ ചിലപ്പോൾ തൊഴാൻ പോകുമ്പോ ഇപ്പുറത്തുള്ളവന് ഒരു ഇട്ടി അപ്പുറത്ത് ഒരു ഇട്ടി പിടിച്ച് മാറ്റി, കൃഷ്ണ ഹലോ ഞാൻ വന്നിട്ടുണ്ടേ അല്ലേ. ചിലര് എല്ലാവർക്കും അവസരം കൊടുത്ത് പതുക്കെ പുറകെ മാറി നിന്ന് പ്രാർത്ഥിക്കും. ഏതാ ശരി? മറ്റുള്ളവർക്ക് അവസരം കൊടുക്കുക, നമ്മൾ കൊടുക്കോ? രഘുനാഥദാസ് ഗോസ്വാമി എവിടെയോ അകലെ ഇരുന്ന് ഇവരെയൊക്കെ പോയി തടസ്സപ്പെടുത്തണ്ട. അതുമല്ലാതെ അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥത എല്ലാരും മുമ്പേയൊക്കെ ചെല്ലാനായിട്ട്. അത് യഥാർത്ഥ വിനയമാണ്. സാധാരണ മനുഷ്യൻ അസാധാരണമായി പ്രകടിപ്പിക്കുന്നത് അഹങ്കാരം. എല്ലാ കഴിവുമുള്ളവൻ സാധാരണമായി ജീവിക്കാൻ ശ്രമിക്കുന്നത് വിനയം. ചിലപ്പോൾ നമ്മളിങ്ങനെ ഗ്യാസ് ഒക്കെ അടിക്കും. തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ തള്ളുക. ആ ക്യാരക്ടർ ട്രിവാൻഡ്രംകാർക്ക് കുറച്ച് കൂടുതലാണ്. ശരിയാണോ തെറ്റാണോ? ശരിയാ. ഞാൻ അങ്ങനെയാണ്. അന്ന് 1940 ഞാൻ തോക്കും പിടിച്ചങ്ങോട്ട് ചാടി. ഒരു കഴിവുമില്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് എന്ന് പ്രകടിപ്പിക്കുക, അഹങ്കാരം. എല്ലാ കഴിവുമുള്ളവർ വളരെ ശാന്തരായിരിക്കും. അതേതാ? വിനയം. അപ്പൊ രഘുനാഥദാസ് ഗോസ്വാമി ദൂരെ ഇരുന്ന് നമസ്കരിക്കുന്നു. നിത്യാനന്ദ പ്രഭു കണ്ടിട്ട് ഉറക്കെ പറയാ, അതാ ഒരു കള്ളൻ കാരുണ്യം മോഷ്ടിക്കുന്നു. നോക്കതാ ദൂരെ ഒരു കള്ളൻ കാരുണ്യം പിടിച്ചോണ്ടുവരാമോ. ഉടനെ ഭക്തന്മാരെല്ലാം ചെന്ന് രഘുനാഥദാസ് ഗോസ്വാമിയെ പിടിച്ചോണ്ടുവന്നു. അപ്പൊ രഘുനാഥദാസ് ഗോസ്വാമി എടുത്ത് നിത്യാനന്ദ പ്രഭു പറയാ, നിനക്ക് ഞാൻ ഒരു ശിക്ഷ തരാൻ പോകുന്നു, ഒരു പണിഷ്മെന്റ്. അപ്പൊ രഘുനാഥദാസ് ഗോസ്വാമിക്ക് എന്താണെന്ന് അറിയില്ല. ഞാൻ നിനക്കൊരു പണിഷ്മെന്റ് തരാൻ പോകുന്നു. എല്ലാ ഭക്തരെയും എല്ലാവർക്കും പ്രസാദം കൊടുക്കുക, ഭക്തരെ സേവിക്കുക. അത് പണിഷ്മെന്റ് ആണോ അനുഗ്രഹമാണോ? നിത്യാനന്ദ പ്രഭു രഘുനാഥദാസ് ഗോസ്വാമി എടുത്ത് പറഞ്ഞു, എല്ലാ ഭക്തർക്കും പ്രസാദം കൊടുക്കുക. അത് ശിക്ഷയാണോ അനുഗ്രഹമാണോ? അനുഗ്രഹം. ഭഗവാനെ സേവിക്കുന്നതിന് അത്രയും പ്രാധാന്യമുണ്ട് ഭക്തരെ സേവിക്കുന്നതിന്. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലോ ഒരു സന്യാസി വര്യൻ ഉണ്ടായിരുന്നു, സമാധിയായി. ഭക്തി തീർത്ഥസ്വാമികൾ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. സമാധിയായി 10 കൊല്ലത്തോളമായി അദ്ദേഹം സമാധിയായി. ഈ ഭക്തി തീർത്ഥസ്വാമികൾ എന്ന പേര് കേട്ടവരുണ്ടോ ഇവിടെ? കുറച്ചു പേരൊക്കെ കേട്ടു. പഴയ ഭക്തരൊക്കെ കേട്ടിട്ടുണ്ടാവും. ആഫ്രിക്കയിൽ അദ്ദേഹത്തിന്റെ ജനനം. ഒരു നീഗ്രോ എന്ന വാക്ക് കാലത്ത് ഉപയോഗിക്കാൻ പാടില്ല. ബ്ലാക്ക് വർഗത്തിലുണ്ടായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അന്ന് പ്രഭുപാദരെ കണ്ട് സന്യാസം എടുത്തു. ഭയങ്കര നിഷ്ഠയ.
എന്നും മംഗളാരത്തി എത്ര മണിക്കാണ്? 6:00, 4:30. മംഗളാരത്തി നിർമാല്യം 4:30 മണിക്ക് അമ്പലത്തില്. അതിനു മുമ്പേ തന്റെ 16 മാല ജപം പൂർത്തിയാക്കും. 16 ആലോചിക്കുമ്പോ തന്നെ ബുദ്ധിമുട്ടാ. നമ്മുടെ വേദിയിൽ സത്സംഗ എത്ര ഭക്തരാണ് 16 മാല ജപിക്കുന്നവർ? കുഴപ്പമില്ല, അത്യാവശ്യമുണ്ട്. 8 മാല, 8ഉം 8ൽ കൂടുതലും. ഓക്കെ, 4, 5, 6, 4, 6 ഇഞ്ച്. 1, 2, 3, 0 ജപം തുടങ്ങിയിട്ടില്ല. എല്ലാവരും 1, 2 പേര്. സോ എല്ലാവരും ജപിക്കുന്നവരാണ്. വളരെ സന്തോഷം. ഹരിനാമ സങ്കീർത്തനക്ക് മഴ കാരണം ഞാൻ പറയുന്ന വ്യക്തമായി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്ന ബാക്ക് സീറ്റ്. ഓക്കെ. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു തപസ്യ എന്ന് വെച്ചാല് ദിവസവും മംഗളാരത്തിക്ക് നിർമാല്യത്തിന് മുമ്പേ 16 മാല പൂർത്തിയാക്കും. ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യം. അദ്ദേഹം തന്റെ 60ാമത്തെ വയസ്സിൽ സമാധിയായി. അതുവരെയും അത് കൃത്യമായി അദ്ദേഹം പാലിച്ചു. രാവിലെ 4:30 മുമ്പേ 16 മാല അങ്ങ് തീർക്കും. അത് കഴിഞ്ഞ് 2-3 മണിക്കൂർ ഭാഗവതമൊക്കെ വായിക്കും. അത് കഴിഞ്ഞാൽ പുസ്തക വിതരണം, വിൽപ്പനയ്ക്കായി, വിതരണത്തിനായി പോകും. ദിവസം 100 കൂട്ടം ആൾക്കാരെ കണ്ട് ഭഗവാന്റെ ഗീതയും ഭാഗവതമൊക്കെ പറഞ്ഞ് അതൊക്കെ അവർക്ക് കൊടുക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ സേവനം. അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സംഘവും ഭയങ്കര ബുക്ക് ഡിസ്ട്രിബ്യൂഷനാണ്. ഇപ്പോഴും നമ്മുടെ സത്സംഗത്തിലൊക്കെ ചിലരൊക്കെ പുസ്തക വിതരണം ചെയ്യാറുണ്ട്. വലിയൊരു സേവനമാണ്. ഭഗവാന്റെ ജ്ഞാനം മറ്റുള്ളവർക്ക് കൊടുക്കുക സാധാരണ കാര്യമല്ല. അത് വായിക്കുമ്പോൾ എപ്പോഴെങ്കിലും അവരുടെ ജീവിതം ധന്യമാകും. ആ ഒരു സേവനമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ സംഘമാണ് ഏറ്റവും മുൻപന്തിയിൽ. അങ്ങനെ അവരെല്ലാം ഒരു തവണ പ്രഭുപാദരെ കണ്ടപ്പോൾ മറ്റുള്ളവരെല്ലാം പരാതി. ഇദ്ദേഹത്തിന് അത്ഭുതമായിരുന്നു. എല്ലാരും പരാതി, ഞങ്ങൾ ഇദ്ദേഹത്തിന്റെ കൂടെ ഇനി പോകില്ല, ഞങ്ങൾ ഇനി ഇദ്ദേഹത്തിന്റെ കൂടെ കൂടില്ല. പ്രഭുപാദ് ചോദിച്ചു, എന്താണ്? അദ്ദേഹം 1 മണിക്ക് എണീറ്റ് ജപിക്കുന്നത് ശരി, ഞങ്ങളെയും കൂടെ 1 മണിക്ക് ഉണർത്തി വിടും. ശരിയായ ഉറക്കമില്ല. അദ്ദേഹം ഒരു ദിവസം 1 നേരമേ ഭക്ഷണം കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് 1 നേരമേ ഭക്ഷണമുള്ളൂ. ഇപ്പോ നമ്മുടെ സംഘാടകരാരെങ്കിലും വന്ന് അനൗൺസ് ചെയ്യാനും വെച്ചോളൂ, നല്ല പരിപാടി, ഉച്ചയ്ക്ക് ലഞ്ചില്ല, ഉണ്ടായിരിക്കും നമ്മുടെ അവസ്ഥ. നമ്മൾ പതുക്കെ എന്നാ ശരി അല്ലേ? അപ്പോ ഇത്ര കർശനമായിട്ട് 1 നേരം ആഹാരം, 1 മണിക്ക് ഉണർന്നെണീക്കുക, ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. എല്ലാവരും പ്രഭുപാദ് സ്വാമികളടുത്ത് പരാതി പറഞ്ഞു. പ്രഭുപാദർ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് വളരെ സ്നേഹത്തോട് പറഞ്ഞു, നീ എന്നെ സേവിക്കുന്നത് നല്ല കാര്യമാണ്, നിന്റെ ആധ്യാത്മിക ഗുരുവായ എനിക്ക് സേവനം അനുഷ്ഠിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ മറ്റ് ശിഷ്യന്മാരെയും സഹവൈഷ്ണവരെയും കൂടെ സേവിക്കണം, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നത്. ഭഗവാനെ സേവിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യം ഇതിനുണ്ട്. ഭക്തജനങ്ങളെയും സേവിക്കണം, സഹഭക്തരെയും കൂടെ ഭഗവാനെ സേവിക്കുന്നത് പോലെ തന്നെ നമ്മൾ സേവനം അനുഷ്ഠിക്കണം. ചിലപ്പം നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തരുന്നത്, ഭഗവാനിൽ എല്ലാവരും ഭക്തി നടപ്പിലാക്കാറുണ്ട്, പക്ഷെ ഭക്തന്മാരെടുത്ത് വഴക്കുണ്ടാക്കും. അവരെ താഴ്ന്ന ഭക്തന്മാരെന്നാ പറയാ. ഭഗവാന്റെ അടുത്തൊക്കെ വലിയ ഭക്തിയും ജപവും കാര്യങ്ങളൊക്കെ തന്നെ, പക്ഷെ
മറ്റ് ഭക്തന്മാരെടുത്ത് ചിലപ്പം വഴക്കുണ്ടാക്കും. അവരെ കനിഷ്ഠ ഭക്തന്മാരെന്നാ പറയാ. എത്രയ്ക്കും ഭഗവാന്റെ അടുത്ത് ആത്മാർത്ഥതയും സേവനവും ഭക്തിയും നമ്മൾ ചെയ്യുന്നോ അതുപോലെ തന്നെ ആരുടെ കൂടെയും ചെയ്യണം, സഹവൈഷ്ണവരോടും ചെയ്യണം. പ്രഭുപാദർ എന്ന് ഭക്തി തീർത്ഥസ്വാമികൾ എടുത്ത് പറഞ്ഞു. ഭക്തി തീർത്ഥസ്വാമികൾ അത് ജീവിതത്തിൽ അങ്ങ് പകർത്തിയെടുത്തു. അതുകൊണ്ട് എന്നും വൈഷ്ണവരെ കാണുമ്പോൾ വളരെ സ്നേഹത്തോടും. ഈ രഘുനാഥദാസ് ഗോസ്വാമിക്കും ഒരു ചിട്ടയുണ്ടായിരുന്നു. എന്താണ്? ദിവസവും ആയിരക്കണക്കിന് വൈഷ്ണവരെ നമസ്കരിക്കണം. നല്ലൊരു എക്സസൈസാണ്. ഡെയിലി ഒരു 1000 പേരെ കാല് തൊട്ട് തൊഴുതാ എങ്ങനെ ഇരിക്കും? ഇല്ലേ? കൊടവയറല്ല അകത്ത് പോകും. രഘുനാഥദാസ് ഗോസ്വാമിക്ക് അങ്ങനെ ഒരു ചിട്ടയുണ്ടായിരുന്നു. ദിവസവും 100 കണക്കിന് വൈഷ്ണവർക്ക് നമസ്കാരം ചെയ്യണം. അപ്പൊ ഭക്തി തീർത്ഥസ്വാമികൾ പറയാം, എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻസിലെ വലിയൊരു ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ചാല് ഭഗവാനെ സേവിക്കുന്നത് പോലെ തന്നെ ആരെ സേവിക്കണം? വൈഷ്ണവരെയും കൂടെ സേവിക്കണം. രഘുനാഥദാസ് ഗോസ്വാമി കി ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ. जय जय गोपाल जय जय राधारमण हरि गोविंद जय जय. गोविंद जय जय गोपाल जय जय राधारमण हरि गोविंद जय जय. गोपाल जय जय राधारमण हरि गोविंद जय जय. അങ്ങനെ നിത്യാനന്ദ പ്രഭു രഘുനാഥദാസ് ഗോസ്വാമിക്ക് ആ ഒരു പണിഷ്മെന്റ് കൊടുത്തു. എന്താണ് പണിഷ്മെന്റ്? എല്ലാ വൈഷ്ണവർക്കും പ്രസാദം കിട്ടണം. വലിയ സന്തോഷത്തോട് ഈ ഉത്സവം അദ്ദേഹം നടത്തി. അപ്പൊ ഇന്നത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ വൈഷ്ണവ സേവ. വൈഷ്ണവ സേവ എങ്ങനെയാണ്? മറ്റുള്ള ഭക്തർക്കെല്ലാം പ്രസാദം കൊടുക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് അദ്ദേഹം രഘുനാഥദാസ് ഗോസ്വാമി വലിയ ജമീന്ദാറുടെ മകൻ ധനാട്യൻ, അദ്ദേഹം ചൈതന്യ മഹാപ്രഭുയുടെ അനുയായിയായി ഒരു ഗോസ്വാമിയായി ഒരു സന്യാസിയായി ചെന്ന് കൂടി. ജഗന്നാഥ് പുരിയിലാണ് അദ്ദേഹം ചെന്ന് കൂടിയത്. എത്ര പേര് പോയിട്ടുണ്ട് ജഗന്നാഥ് പുരി? എല്ലാവരും ഏകദേശം. അവിടെ ചെന്ന് കൂടിയപ്പോ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, തന്റെ അസിസ്റ്റന്റ്മാരെടുത്ത് പറഞ്ഞു, ഈ രഘുനാഥദാസ് വലിയ ധനാഢ്യനാ, വലിയ പൈസക്കാര കുടുംബത്തിൽ നിന്നാ, അതുകൊണ്ട് കുറച്ച് വേണ്ടവണ്ണം നോക്കിക്കൊള്ളണം. ഇപ്പൊ ഞങ്ങളുടെ അമ്പലത്തിൽ തന്നെ വലിയ ഒരു പണം സംഭാവന ചെയ്യുന്നവർ വന്നാൽ കുറച്ച് എക്സ്ട്രാ നമ്മൾ ചിരിക്കും.
അതൊക്കെ സ്വാഭാവികം. അപ്പോ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു ഇദ്ദേഹത്തിനെ പ്രത്യേകം നോക്കിക്കൊള്ളണം. വേണ്ട സൗകര്യം, കാരണം സാധാരണക്കാരനല്ല, രാജകുടുംബത്തിലുള്ളതാ, രാജകുമാരനെ പോലെയാ ജീവിച്ചത്. താമസിക്കാനുള്ള സൗകര്യം, ഭക്ഷണം, ഇതെല്ലാം വേണം, പ്രത്യേകം നോക്കിക്കൊള്ളണം. അപ്പോ ഭക്തന്മാർ എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന് പ്രത്യേകം പ്ലേറ്റിൽ പ്രസാദം, വളരെ വളരെ ഗംഭീരമായ പ്രസാദം അങ്ങനെ തരാൻ തുടങ്ങി. രഘുനാഥ ദാസ് ഗോസ്വാമിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയി. നമ്മളാണെങ്കിൽ എന്ത് വിചാരിക്കും? ഞാൻ അല്ലെങ്കിലും സ്പെഷ്യലാണ്, എനിക്കറിയാം, എനിക്കതൊക്കെ കിട്ടും. എന്റെ തലയുടെ പുറകെ ഒരു ഒളിവട്ടം ഉണ്ടോ എന്തോ. നമ്മളെ ആൾക്കാർ സ്തുതിക്കുന്നതും കാലി വീഴുന്നതും പ്രശംസിക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? അപ്പൊ നമ്മൾ പറയും എല്ലാം ഭഗവാന്റെ കാരുണ്യം. എന്തിനങ്ങനെ പറയുന്നത്? നിർത്തല്ലേ, നീ പറ, കേൾക്കാൻ സുഖം. പക്ഷെ ഇദ്ദേഹത്തിന് അസ്വസ്ഥതയായി. ഇദ്ദേഹത്തിന് മാത്രം പ്രസാദം മാറ്റിവെക്കുക, പ്രത്യേക പ്രസാദം, കാണുന്നവരെല്ലാം ബഹുമാനിക്കുക. ഇദ്ദേഹം എന്ത് ചെയ്തു? പറയാതെ ആ സൗകര്യത്തിലിരുന്ന് മാറി ചെന്നിട്ട് ജഗന്നാഥ് പുരി ക്ഷേത്രത്തിൽ ഭിക്ഷക്കാരും പാവപ്പെട്ടവരും സാധുക്കൾക്കും വേണ്ടി അവിടെ അന്നദാനം ചെയ്യുന്ന വരിയിൽ പോയി അങ്ങോട്ട്, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് പ്രത്യേക ഒരു പരിഗണന വേണ്ട, ഞാൻ ഒന്നുകൊണ്ടും പ്രത്യേക, നമ്മളെല്ലാരും സാധാരണക്കാരാ, ശരിയല്ലേ? എന്നാലും നമ്മുടെ ഈഗോ പറയും എനിക്ക് 2 കൊമ്പുണ്ട്. കൊമ്പുമില്ല, ഒന്നും. നമ്മളെല്ലാം സാധാരണക്കാരാ. ഒരു 4 ദിവസം 16 മാല ജപിക്കുമ്പോ മനസ്സ് പറയും നീ ഇപ്പങ്ങ് പ്രഭുവായി, അല്ലേ? നമ്മളെല്ലാം ആ എളിമയാണ് കൃഷ്ണ ഭഗവാന് ഇഷ്ടം. അപ്പോ രഘുനാഥ ദാസ് ഈ പ്രത്യേക ട്രീറ്റ്മെന്റ് ഒന്നും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അദ്ദേഹം മിണ്ടാതെ പോയി ആ വരിയിൽ അങ്ങ് നിന്നു. അപ്പൊ ഈ ഭിക്ഷക്കാരും ആ വരിയിൽ പോയി നിന്നിട്ട് അവിടെ കുറച്ചു ദിവസം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. മഹാപ്രഭു ചോദിച്ചു, എവിടെ ഇപ്പൊ രഘുനാഥ ദാസ് ഗോസ്വാമിയെ കാണാനില്ലല്ലോ? ഉടനെ എല്ലാരും പറഞ്ഞു, അദ്ദേഹം ജഗന്നാഥ് പുരി ക്ഷേത്രത്തിൽ ആ സാധുക്കളുടെ വരിയിൽ നിന്ന് ആ ഭക്ഷണം വാങ്ങിച്ചു കഴിക്കുന്നു. അത് കേട്ടപ്പോ മഹാപ്രഭുവിന് സന്തോഷമായി. ഉള്ളിൽ വിനയമാണ് ഒരു ഭക്തന്റെ അലങ്കാരം. ചിലര് നന്നായി പാട്ടുപാടും, ചിലര് നന്നായി പ്രസംഗിക്കും, ചിലർ നന്നായി ഭഗവാനെ സേവിക്കും, ചിലർ നന്നായി പാചകം ചെയ്യും. അതൊന്നും നമ്മുടെ കഴിവല്ല. നമ്മുടെ അലങ്കാരം, ഒരു ഭക്തന് അലങ്കാരം കൂട്ടുന്നത് ഏതാ? അവന്റെ വിനയം. പിന്നെ ഇങ്ങനെ വരിയിൽ നിന്ന് ദിവസവും ഭക്ഷണം വാങ്ങിക്കുമ്പോ അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ടായി, അയ്യോ, ഞാൻ ഈ വരിയിൽ ഈ ഭക്ഷണം വാങ്ങിക്കുന്ന കൊണ്ട് വേറെ ആർക്കോ കിട്ടാതെ പോകുന്നുണ്ടല്ലോ, അല്ലേ? അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഫസ്റ്റ് എന്റെ രസഗുല്ല ഇങ്ങ് തന്നു. അപ്പൊ രഘുനാഥ ദാസ് ഗോസ്വാമി ചിന്തിക്കുക, ഞാനിങ്ങനെ വരിയിൽ നിന്ന് മേടിച്ചാൽ ആർക്കോ കിട്ടാതെ പോകുന്നു. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും, നാളെ നിങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിൽ ഒരു കത്ത്, സർക്കാരിന് ജോലി കിട്ടി, ഇന്ന ഡിപ്പാർട്ട്മെന്റ്. ഉടനെ നമ്മൾ വിചാരിക്കാം, ഈ ജോലി ഞാൻ എടുത്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും രക്ഷപ്പെടുമല്ലോ, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ രഘുനാഥ ദാസ് ഗോസ്വാമി അങ്ങനെ ചിന്തിച്ചു. അപ്പൊ ഈ വരിയിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കുന്നത് ഉപേക്ഷിച്ചിട്ട് ഇവർക്കും കൊടുത്തത് പോകെ മീതമുള്ളത് ഈ പശുക്കൾക്കും ആടുകൾക്ക് വേണ്ടി ഒരു ഗട്ടർ, ഒരു ചാലിൽ കൂടെ കഴുകിക്കായി ഭക്ഷണം ആ വരിയിൽ ചെന്ന് നിന്ന് ഈ പശുക്കൾ കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ ആ അഴുക്ക വെള്ളത്തിൽ വരുന്ന ധാന്യം എടുത്ത് അതിനെ കഴുകി കഴിക്കാം. ഈ ക്ലാസ് ഞാൻ മിഞ്ഞാന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോൾ ഒരു ഭക്തനോട് ഇതൊക്കെ ഇത്തിരി ഓവറാണ് എൻ്റെ അടുത്ത്. കാരണം നമുക്കങ്ങനെ ഒരു സംഭവം ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. അങ്ങനെ വിനയത്തോടെ ഇരുന്ന ഒരാളാണ് ഈ രഘുനാഥ് ദാസ് ഗോസ്വാമി. അപ്പൊ ഞാനിപ്പോ ഈ ഭക്തിതീർത്ഥ സ്വാമികളുടെ ഉദാഹരണം പറയാ. അങ്ങനെ ഇരുന്നപ്പോ ഇദ്ദേഹത്തിന് ഒരു 62 വയസ്സിൽ ക്യാൻസർ ബാധിച്ചു. ആർക്ക് ക്യാൻസർ ബാധിച്ചു?
ഹൈ ഷുഗർ, ഹൈ പ്രഷർ, എല്ലാം ആകെ പ്രശ്നമായി. മരണവും ഉറപ്പായി. അദ്ദേഹത്തിന്റെ ഒരു കാല് വരെ തൊടയിൽ വെച്ച് എന്താ പറയാന് ആംപ്യൂട്ട് ചെയ്തു. ഈ ചിലപ്പം ഷുഗറൊക്കെ കൂടിയ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, കാല് വരെ മാറ്റി. എന്നിട്ടും കിടന്ന കിടക്കയിലായിട്ടും 4:30 മണിക്ക് മുമ്പേ 16 മാല ജപം എന്നുള്ളത് നിർത്തിയിട്ടില്ല. ഒരു തവണ വേറെ ഒരു സന്യാസി അദ്ദേഹത്തിനെ കാണാൻ പോയപ്പോ ഈ രാത്രി 1 മണിക്ക് 1:30 മണിക്ക് ഇരുന്ന് ജപിച്ചുകൊണ്ടിരിക്കുക ഇദ്ദേഹം കിടന്നിട്ട്. അദ്ദേഹം ചോദിച്ചു, എന്തിനാ ഇത്ര തപസ്യ എടുക്കുന്നത്? പറഞ്ഞു, 40 വർഷകാലം ഞാനിത് പാലിച്ചു, ഇനി ചില ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, അപ്പൊ അതും കൂടെ ചെയ്യാം. നമ്മളാണെങ്കിൽ എന്ത് വിചാരിക്കും? നമുക്ക് മായ വലിയ വലിയ പരീക്ഷണമൊന്നും ഇതുപോലെ ഒന്നും തരേണ്ട കാര്യമില്ല. നമുക്കൊരു പല്ലുവേദന മതി. പ്രഭു ജപിച്ച ജപമില്ല ഒന്നും. നമുക്ക് മായ ചെറിയ ചെറിയ അടി കൊടുത്താൽ മതി. പല്ലുവേദന, കുറുക്ക് വേദന, ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോ പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിനെ തടസ്സമായി കാണുന്നത് സാധാരണ ഭക്തൻ. പരീക്ഷണങ്ങളെ അവസരമാക്കി മാറ്റുന്നത് ഉയർന്ന ഭക്തനാണ്. ആ അവസ്ഥയിൽ പോലും അദ്ദേഹം 16 മാല മുടക്കിയിട്ടില്ല. പിന്നെ ഇനി ആകെ 1-2 മാസം ഏത് സമയത്ത് വേണമെങ്കിലും പ്രാണൻ പോകാമെന്ന് ആ ഒരു അവസ്ഥയിലായി. അപ്പോ മറ്റ് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്ത് ഉയർന്ന മേലധികാരികളും ഉയർന്ന ഭക്തർ പറഞ്ഞു, ഇനി ഇദ്ദേഹത്തിന് ആരും ശല്യപ്പെടുത്തരുത്. അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് എന്നും സന്ദർശകർ പോയി കരയണം പിടിക്കാൻ ഒന്നും പാടില്ല. അദ്ദേഹത്തിനെ മാറ്റി പ്രത്യേക സംരക്ഷണമാക്കി. അദ്ദേഹം ദേഷ്യപ്പെട്ടു, എനിക്ക് സേവനം തരും. ആ ഒരു അവസ്ഥയിൽ കിടക്കാണ്, എല്ലും തോലുമായി ഒരു കാല് പോയി. എന്നിട്ടും അദ്ദേഹം പറയാ, എന്തിനാണ് നിങ്ങൾ എനിക്ക് സേവനം തരാത്തത്? നമ്മുടെ കൃഷ്ണ ബലരാം ക്ഷേത്രത്തിലും കുറച്ചെണ്ണം ഉണ്ട്. സേവനം ഇങ്ങോട്ട് വരുമ്പോ ടേബിൾ ടെന്നീസ് പോലെ അപ്പുറത്ത് തട്ടിയത്. സ്മാർട്ടാണ്. പക്ഷേ എനിക്കെന്താ സേവനം തരാത്തത് എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ സന്യാസിമാർ ചോദിച്ചു, മഹാരാജ് അങ്ങക്ക് എന്ത് സേവനം തരാനാണ്? അങ്ങ് ഞങ്ങളോട് ഇരിക്കുന്നത് തന്നെ വലിയ സൗഭാഗ്യമല്ല. ഞാനൊരു സേവനം ആലോചിച്ചു വെച്ചിരിക്കുകയാണ്. എന്താണ് സേവനം? കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ഞാനിപ്പോ ചെയ്യാം. കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഹരേ കൃഷ്ണ പ്രസ്ഥാനം വലുതാണ്. ഈ ഇടയ്ക്ക് അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാനിടയായി. ലോകത്തിൽ 3000 ക്ഷേത്രങ്ങളുണ്ട്. ആർക്കോ? ഹരേ കൃഷ്ണ പ്രസ്ഥാനം. ഒരേ ഒരു രാജ്യത്തിൽ മാത്രമാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഇല്ലാത്തത്, നോർത്ത് കൊറിയ. പാകിസ്ഥാനിൽ വരെ ഈ ഇടയ്ക്ക് രഥയാത്രയൊക്കെ നടന്നു. ബാക്കി എല്ലാ സ്ഥലത്തും ഇത്ര ആള് കൂടിയ പ്രശ്നം ഉണ്ടാവാതിരിക്കോ? അഭിപ്രായ വ്യത്യാസങ്ങളും ചെറിയ ചെറിയ പൊട്ടലും ചീട്ടലും പടക്കമൊക്കെ ഉണ്ടാവും. ആ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, ആ സന്ധി സംഭാഷണം, വഴക്കുകൾ ഒത്തുത് ഈ ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചു, മഹാരാജ് നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ പ്രഷർ എടുക്കുന്നേ? ഈ സമയത്ത് ഭഗവാനെ സ്മരിക്കുക, നാമജപം ചെയ്യുക, ഞങ്ങളൊക്കെ എന്ത് സഹായവും ചെയ്യാൻ തയ്യാറാണ്. ഈ അനാവശ്യ പ്രഷർ ഒന്നും എടുക്കേണ്ട കാര്യം, അതൊക്കെ ടെൻഷനല്ലേ? ഇല്ലേ? വഴക്കുണ്ടാകുമ്പോൾ ഒത്തുതീർപ്പാകുക എനിക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. 2 കൂട്ടർ വഴക്കിട്ടാൽ ഞാൻ ഒത്തുതീർപ്പിന് പോകും. 2 പേര് എന്റെ ശത്രുക്കളാവും. ഒരുപാട് അനുഭവം. അപ്പൊ എന്തായി? ഈ പ്രഷർ അങ്ങ് എടുക്കരുത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്യാം. പിന്നെ അവരെന്ത് ചെയ്തു? മഹാരാജന് ഈ ഒരു അവസ്ഥയിൽ ഹൃദയം വേദനിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അങ്ങ് വിട്ടു. നോക്കിയപ്പോ അത്ഭുതം. എല്ലാ പ്രശ്നവും നിസ്സാരമായിട്ട് അങ്ങ് സോൾവ് ചെയ്യാം. ടപ്പേ 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 ഓരോ പ്രോബ്ലം സോൾവ്. 10 കൊല്ലമായിട്ട് സോൾവ് ആവാത്ത പ്രശ്നമെല്ലാം അങ്ങോട്ട് സോൾവ് ആയി. അപ്പൊ ഇവർ വലിയ വലിയ പ്രശ്നം തരാൻ തുടങ്ങി. എല്ലാം സോൾവ് ആയി. സംഭവം എന്താണ്? ഇദ്ദേഹത്തിനെ കാണാൻ പോകുമ്പോ തന്നെ എല്ലാവരുടെ ഹൃദയവും ഘനം, ഒരു ഭാരം. മഹാരാജ് ആ സന്യാസി എങ്ങനെ കിടക്കയിൽ കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹം എന്താ ചെയ്യുക? എനിക്ക് വേണ്ടി നിങ്ങൾ ഇനി വഴക്കുണ്ടാക്കി. ഉടനെ അവരെന്താ ചിന്തിക്കുന്നില്ല എല്ലാവരും, സത്യം, ഞങ്ങൾ ഇനി വഴക്കുണ്ടാക്കി.
അപ്പോ രാധാനാഥ് സ്വാമി, ഇനിയൊരു സന്യാസി പറഞ്ഞതാ, തന്റെ അസുഖത്തിനെ പ്രചരണത്തിൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിട്ടേക്ക്, തന്റെ ആ അവസ്ഥയെ പോലും ഭഗവാന്റെ സേവനത്തിൽ ഉപയോഗിച്ചു. എന്തൊരു ത്യാഗം! നമ്മളാണെങ്കിൽ, ഞാൻ കിടന്ന് 4 ദിവസം ഇനി വല്ല ഒന്ന് അന്വേഷിച്ച അതിലൊരു വഴക്കുണ്ടാക്കും നമ്മൾ. എന്റെ ഇതിലേക്ക് നീ വന്നാ ഞാൻ ചത്താവുണ്ടാവുന്ന പോലും ചോദിച്ചോ. തന്റെ അസുഖത്തിനെ അദ്ദേഹം പ്രചരണമാക്കി മാറ്റി. ഒരു മഹാസന്യാസി വരെയാണ്. പിന്നെ അദ്ദേഹം സമാധിയായി. പ്രഭുപാദർ ചിലർക്ക് പരീക്ഷണങ്ങൾ, വലിയ വലിയ പരീക്ഷണങ്ങൾ തരും. സീതാദേവിക്കുണ്ടായ പരീക്ഷണം, ദ്രൗപദിക്കുണ്ടായ പരീക്ഷണം, പാണ്ഡവർക്കുണ്ടായ പരീക്ഷണം. അവർക്കത് വിജയിക്കാൻ സാധിക്കും. നമ്മുടെ പരീക്ഷണം പല്ലുവേദന, കുറുക്കുവേദന, ആ ലെവലിലേ ഉള്ളൂ. അപ്പോ രഘുനാഥദാസ് ഗോസ്വാമി ത്യാഗത്തിന്റെ സ്വരൂപമായി. എന്റെ ഒരു അഭ്യർത്ഥന, നമ്മുടെ ഭക്തജനങ്ങളെല്ലാം നാമജപം വളരെ ഗൗരവമായിരുന്നു. ഈ മഹാരാജ് കണ്ടില്ലേ, തന്റെ അവസാന ദിവസം വരെ നിർമാല്യത്തിന് മുമ്പേ എന്ത് തീർക്കും? 16 മാല ജപം. ചിലപ്പോ നമ്മുടെ സങ്കല്പം 2 മാലയായിരിക്കും, 4 ആയിരിക്കും, 8 ആയിരിക്കും, 12 ആയിരിക്കും. പക്ഷെ അത് ശ്രദ്ധയോട് നമ്മൾ ചെയ്യണം. ഒരു ദിവസവും ഒരു കാരണവശാലും അത് മുടക്കരുത്. കാരണം ഈ അവസ്ഥയിലുള്ള വ്യക്തികളൊക്കെ ജപിക്കുമ്പോൾ നമുക്ക് എന്ത് എക്സ്ക്യൂസ് പറയാൻ? പൊതുവേ കേൾക്കുന്ന ഒരു എക്സ്ക്യൂസ് ആണ്, ഭയങ്കര തിരക്കാണ്. എന്തിന്? എന്റെ സാർ എന്റെ അടുത്ത് ചോദിച്ചപ്പോൾ, നീ എന്താ പഠിക്കുന്നത്? 8ാം ക്ലാസ്. അതല്ല, നീ എന്തിനാ പഠിക്കുന്നത്? ഇത്ര തിരക്ക് കൂടി എന്തെങ്കിലും പ്രയോജനമുണ്ടോ? സോ നമ്മുടെ ജപം 4ഓ 8ഓ 16ഓ എന്താണോ സങ്കല്പിച്ചിരിക്കുന്നത്, അത് ശ്രദ്ധയോട് നമ്മൾ ചെയ്യും. തയ്യാറാണോ? ഒരു അനക്കമില്ലല്ലോ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ. പിന്നെ രണ്ടാമത്തത്, പ്രഭുപാദരുടെ പുസ്തകങ്ങൾ എല്ലാവരും വായിക്കണം. തന്റെ അവസാനത്തെ 10 വർഷം പ്രഭുപാദർ 1977 സമാധിയായത്. ഈ പ്രസ്ഥാനം തുടങ്ങിയത് 1966. 11 വർഷം. 66 വരെ പ്രഭുപാദർ എഴുതിയിരുന്നത് ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം, ഒരേ ഒരു പുസ്തകം. അന്ന് അദ്ദേഹത്തിന് വയസ്സ് 71. 1966 ഹരേ കൃഷ്ണ പ്രസ്ഥാനം തുടങ്ങി. അന്ന് പ്രഭുപാദർക്ക് വയസ്സ് 70. 70ാമത്തെ വയസ്സ് വരെ പ്രഭുപാദർ രചിച്ചത് ഒരു പുസ്തകം, ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം. ഇനിയൊരു പുസ്തകം പണിപ്പുരയിൽ, ഈസി ജേർണി ടു അതർ പ്ലാൻ, അത് പണിപ്പുരയിൽ. പക്ഷെ അടുത്ത 11 കൊല്ലത്തിൽ പ്രഭുപാദർ നൽകിയത് 60 പുസ്തകങ്ങൾ. പ്രഭുപാദർ പറഞ്ഞു, എനിക്ക് ഓരോരുത്തരുമായി കണ്ട് സംസാരിക്കാനുള്ള സാഹചര്യമില്ല. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ എവിടെ കൊടുത്തിട്ടുണ്ട്? എന്റെ പുസ്തകങ്ങൾ. അല്ലെങ്കിലും അത് സംസ്കാര സമ്പന്നനായ ഒരു മനുഷ്യന്റെ കർത്തവ്യമാണ് മരണത്തിന് മുമ്പേ ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത, ചൈതന്യ ചരിതാമൃതം, ഈ 3 പുസ്തകം ഒരു തവണയെങ്കിലും വായിച്ചിരിക്കുക. വേണോ വേണ്ടേ? ഇല്ല. നമ്മുടെ ധർമ്മം എന്താണെന്ന് നമ്മൾ അറിയണ്ടേ? ഭഗവത്ഗീത മുഴുവനും, ശ്രീമദ് ഭാഗവതം മുഴുവനും, ചൈതന്യ ചരിതാമൃതം മുഴുവൻ ഒരു തവണയെങ്കിലും മരണത്തിന് മുമ്പേ വായിച്ചിരിക്കും. ഈ 2 കാര്യമാണ് ഇന്ന് പ്രത്യേകിച്ച് എടുത്തു പറയാൻ ആഗ്രഹിച്ചത്. പിന്നെ ഇന്ന് നമ്മൾ മഴ ഒന്ന് നിന്നാൽ ആറാട്ടിനായി പോകും. പാപനാശം. ചൈതന്യ മഹാപ്രഭു 3 ദിവസം ഇവിടെ വന്ന് ആ സമുദ്രത്തിൽ സ്നാനം ചെയ്ത് ജനാർദ്ദന സ്വാമിയെ ദർശനം എടുത്തിട്ടുണ്ട്. ആ സമുദ്ര തീർത്ഥത്തിനും പാപനാശം, എല്ലാ പാപവും നശിക്കും എന്നാണ്. പിന്നെ അടുത്ത മാസം 3 രഥയാത്ര ഉണ്ട്.
കൊല്ലത്തെന്നാണ് 16-ാം തീയതി ഒറിജിനൽ ജഗന്നാഥ്പുരി രഥയാത്ര നടക്കുന്ന അതേ ദിവസം കൊല്ലത്ത് രഥയാത്ര 16-ാം തീയതി എല്ലാവർക്കും കൂടാം. 18-ാം തീയതി തിരുവനന്തപുരം ഉച്ചയ്ക്ക് പതിവ് പോലെയുള്ള സിറ്റിയിൽ മെയിൻ ആയിട്ടുള്ള രഥയാത്ര. പിന്നെ 19-ാം തീയതി പാറശാലയിൽ 3 രഥയാത്ര ഉണ്ട്. അടുത്ത 20-25 ദിവസമേ ഉള്ളൂ. ആ രഥയാത്രയിൽ എല്ലാവരും പങ്കെടുത്ത് ജഗന്നാഥ് സ്വാമിയുടെ അനുഗ്രഹം മേടിക്കണം. സോ ഇപ്പോ അപ്പോൾ നമ്മുടെ കൂടെ ഉള്ള അതിചന്ദ്ര പ്രഭു ഒരു 10-15 മിനിറ്റ് ഭക്തിശാസ്ത്രിയെ കുറിച്ച് സംസാരിക്കും. കാരണം നമ്മളെല്ലാവരും, ഞാനിപ്പോ പുസ്തകം പഠിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇതിൽ ചേരണം. സമയം കിട്ടുമ്പോൾ ഭഗവത്ഗീതയൊക്കെ പഠിച്ച് നമ്മൾ അതിൽ ബിരുദുകൾ നേടുക. കാരണം ഇന്ന് കാലത്ത് എല്ലാം ഡോക്ടർ, എഞ്ചിനീയർ, ഇതിനെല്ലാം ആൾക്കാരുണ്ട് പഠിക്കാനും ചേരാനും എല്ലാം ചെയ്യാൻ. പക്ഷേ ഭഗവത്ഗീത ഭാഗവതം പഠിക്കാനൊന്നും ആർക്കും താല്പര്യമില്ല. പക്ഷെ അത് വേണം. അത് ചെയ്താൽ നമ്മുടെ ജീവിതം മാറും. അദ്ദേഹം ചെറിയൊരു ടോക്ക് തരും അതിനെക്കുറിച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് അത് ആ സമയം മഴയും നിൽക്കുമെന്ന് വിശ്വസിക്കുന്നു. ഒരു നാമസങ്കീർത്തനത്തോടെ എല്ലാവരും നാമസങ്കീർത്തനം ചെയ്യും. ഇന്ന് നാമം ജപിക്കുക, പരസ്പരം ഭക്തരെ സേവിക്കുക, ഭഗവാനെ സേവിക്കുക, പ്രസാദം കഴിക്കുക. അതാണ് ഇന്നത്തെ ദിവസം മഹിമ. എത്ര പേര് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല? കുറെ പേര് കഴിച്ചില്ലേ? 1:30 മണി കഴിഞ്ഞ് ലഞ്ച് കിട്ടും. ഓക്കെ. സോ ഭഗവാനെ നമ്മൾ പാപനാസം വർക്കല ജനാർദ്ദന സ്വാമി തീർത്ഥത്തിൽ കൊണ്ടുപോയി ചെയ്യും. ഞാൻ കേട്ടു കുറച്ച് വെയിൽസ് ഒക്കെ കുറച്ച് റഫാണ്, അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്നും ചാടി ഇറങ്ങണ്ട. എല്ലാവരും നാമസങ്കീർത്തനം ചെയ്യുക, വെള്ളം തലയിൽ കുടയുക. തിരിച്ചിവിടെ വന്നിട്ട് ആരത്തിയും പ്രസാദം ഉണ്ടായിരിക്കുന്നതാണ്. ഹരേ കൃഷ്ണ. ശീല പ്രഭുപാദി കി, ശ്രീ ശ്രീ ഗൗർനിതായ് കി. ഹരേ കൃഷ്ണ.